Hello, welcome back to Learn and Learn. Today we are going to discuss a new poem. Name of the poem is Garhwali Songs and it is by an anonymous author. അപ്പോൾ അനോണിമസ് എന്ന് പറഞ്ഞാൽ പേരറിയാൻ പാടില്ലാത്ത ഏതോ ഒരു റൈറ്റർ. ഓക്കെ, അങ്ങനെ ഒരു റൈറ്റർ എഴുതിയ ഗർവാലി സോങ്സ് എഴുതിയതാണോ എന്നറിയില്ല. കാരണം ഇതൊരു നാടൻ പാട്ട് കാറ്റഗറിയാണ്. നാടൻ പാട്ടുകൾ സാധാരണ വാമൊഴിയായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഒരു നാടൻ പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു സോങ് അല്ല കേട്ടോ, ഇതിൽ 3 സോങ്സ് ഉണ്ട്. സോ എന്താണ് ഗർവാൽ, എന്താണ് ഗർവാലി സോങ്സ് എന്നൊക്കെ നമുക്ക് കൂടുതൽ നോക്കാം. ലെറ്റ്സ് സി. Garhwal. Garhwal is one of the princely state, now belongs to the state of Uttarakhand. A large part of people consist of tribals or Adivasi communities. They are living in a particular tradition and have a culture of their own. They are entirely different from the rest of India. The Garhwali people speak their own language known as Garhwali. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗർവാലിനെ പറ്റിയാണ്. ഗർവാൽ എന്ന് പറയുന്നത് ഒരു സമയത്ത് രാജഭരണം നിലനിർന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇന്ന് അത് ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമാണ്. അവിടെ എ ലാർജ് പീപ്പിൾ കൺസിസ്റ്റ് ഓഫ് ആദിവാസി കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് സ്വന്തമായിട്ടൊരു കൾച്ചർ, ട്രഡീഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ബാക്കിയുള്ള ഇന്ത്യക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. സ്വന്തമായിട്ട് അവർ സംസാരിക്കുന്ന ഭാഷ ഗർവാലി എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ അവരെ ഗർവാലി പീപ്പിൾസ് എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. ഗർവാലീസിനെയും അവരുടെ പാട്ടുകളെയും പറ്റി നമുക്ക് കൂടുതലൊന്ന് ഡിസ്കസ് ചെയ്യാം. സോങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ദ ഗർവാലി പീപ്പിൾ. Those songs they used to sing are often in the form of an address or a dialogue. Tribal songs are sung during the events like weddings, festivals, etc. The themes of the song includes beauty of nature, religious traditions, festival seasons, folk stories and even love ballads. സോങ്സ് ഗർവാലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അവർ മിക്കവാറും പാട്ടുകൾ പാടാറ് ഒരു അഡ്രസ് രൂപത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും അഭിസംബോധന ചെയ്യുന്ന രൂപത്തിലോ ഡയലോഗിൻ്റെ രൂപത്തിലോ ഒക്കെയാണ് പാടാറ്. ഇവർ മിക്കവാറും പാടുന്ന ഒക്കേഷൻ എന്ന് പറയുന്നത് വെഡ്ഡിങ്, ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള ഒക്കേഷനിലാണ് ഈ പാട്ടുകൾ പാടാറ്. ഇതിൽ വന്നു പോകുന്ന തീമുകളെന്ന് പറഞ്ഞാൽ റിലീജിയസ് ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ്, സീസൺ, ഫോക്ക് സ്റ്റോറീസ്, ഇവൻ ലവ് ബാലഡ് പോലും ഇവരുടെ തീമുകളാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. 3 Garhwali songs are included in the poem. They are all about the events that occur, feelings and mythology. The first song is the celebration of harvest season. It appeals to the storage place for a good harvest. It's also about blessings received in return are mentioned. 3 ഗർവാലി സോങ്സ് ആണ് ഇതിനകത്ത് ഈ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓരോ ഇവൻറ്റിനെ പറ്റിയോ ഫീലിങ്സിനെ, മിത്തോളജി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ പോയത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സോങ് എന്ന് പറയുന്ന ഒരു ഹാർവസ്റ്റ് സീസണിൻ്റെ സെലിബ്രേഷനാണ്. ഒരുപാട് വിളവ് കിട്ടണമെന്നും അത് സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാവണമെന്നും ഒക്കെ ഉള്ളൊരു പ്രാർത്ഥനയും തിരിച്ചു കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഒക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Second song is about a conversation between Arjun and Draupadi. It's an argument between husband and wife saying that they will not speak to each other. രണ്ടാമത്തെ സോങ് എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ അർജുനും ദ്രൗപദിയും തമ്മിലൊരു കോൺവെർസേഷനാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു ചെറിയ സൗന്ദര്യപ്പിണക്കവും ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല, നീ എന്നോട് മിണ്ടണ്ട എന്നൊക്കെ പറയുന്ന ഒരു കോൺവെർസേഷനാണ്. തേർഡ് സോങ് എന്ന് പറയുന്നത് ന്യൂലി മാരീഡ് ഡോട്ടറെ കുറിച്ചുള്ള ഒരു അമ്മയുടെ ആവലാതിയാണ്. സോ നമുക്ക് സോങ്ങിലേക്ക് പോവാം. സോ ലിസൺ. We offer flowers to you, O doorstep of the house, be kind. Fill the granary with corn. It is the festival of flower. We offer flowers to you, O threshold of the house. May God bless you with an auspicious new year. May your granary fill till overflows. May your crops thrive and wealth grow. Let the flowers bloom again and again. If we survive our time, the full Sankranti will return. Let's discuss what the song is all about. ഫസ്റ്റ് പോയതിൽ വീടിൻ്റെ വാതിൽപ്പടിയോട് പറയാണ്, ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണം, ഞങ്ങളുടെ ഗ്രാനറി മുഴുവനും കോൺസാൽ ഫില്ല് ചെയ്യപ്പെടണം. ഗ്രാനറി എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് സീസണിൽ ഹാർവസ്റ്റ് നടന്ന് കിട്ടുന്ന ക്രോപ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഗ്രാനറി. ഞങ്ങളുടെ ഗ്രാനറി മൊത്തം ചോളം കൊണ്ട് നിറയണം. അതുപോലെ തന്നെ പറയുകയാണ്, ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവർ. ഇത് പൂക്കളുടെ കൂടെ ഉത്സവമാണ്. ഞങ്ങൾ നിനക്ക് ഫ്ലവേഴ്സ് ഓഫർ ചെയ്യാം. ഓ ത്രഷോൾഡ് ഓഫ് ദ ഹൗസ്, വാതിൽ പടിയോടാണ് ഈ പറയുന്നത്. ഞങ്ങൾ ഫ്ലവേഴ്സ് ഓഫർ ചെയ്യാം, ഈ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണം എന്ന്. ഇത്രയും ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലായിരുന്നെങ്കിൽ അടുത്ത ലൈൻസ് എല്ലാം ബ്ലെസ്സിങ്സിൻ്റെ രൂപത്തിലാണ് പറയുന്നത്. അതിൽ കുറേ ബ്ലെസ്സിങ്സ് പറയുന്നുണ്ട്. അതായത് നല്ലൊരു ഓസ്പീഷ്യസ് ന്യൂ ഇയർ നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളുടെ ഗ്രാനറി മുഴുവനും ഓവർഫ്ലോ ചെയ്യുന്നവരെ നിറയട്ടെ, അതുപോലെ നിങ്ങളുടെ ക്രോപ്സ് ഒക്കെ ഇഷ്ടം പോലെ നന്നായി വളരട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ വെൽത്തും വളരട്ടെ, ഫ്ലവേഴ്സ് എല്ലാം വീണ്ടും വീണ്ടും പൂവിടട്ടെ. അങ്ങനെ ഈ കാലം, ഈ ഒരു സീസൺ മൊത്തം എന്നെന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ ഫുൾ സംക്രാന്തി എന്നും ഉണ്ടാവട്ടെ. ഫുൾ സംക്രാന്തി എന്ന് പറയുന്നത് ഒരു ഫ്ലവേഴ്സിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ ഈ പോയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. The first song is sung during the harvest season. Here we can see the offerings are made and they are blessed. The mood of the song is hope and celebration.
It shows the importance of harvest in their lives. The people are offering flowers, hoping that their granary will be full. The flowers are offered to the doorstep and then the threshold to ensure prosperity. പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഹാർവസ്റ്റ് സീസണെ കാണിക്കുന്നതാണ് ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ ഓഫറിങ്സ് കൊടുക്കുന്നതും അവർ ബ്ലസ്ഡ് ആവുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. സോങ്ങിൻ്റെ മൂഡ് എന്ന് പറയുന്നത് ഹോപ്പും സെലിബ്രേഷനും ഒക്കെയാണ്. ഇവിടെ ഗവാലിസിൻ്റെ ലൈഫിൽ ഹാർവസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ പീപ്പിൾ ഓഫറിങ് ഫ്ലവേഴ്സ്, അതായത് അവരുടെ ഗ്രാനറി മൊത്തം നിറയുന്നതിന് വേണ്ടിയിട്ട് അവർ ഫ്ലവേഴ്സ് ഓഫർ ചെയ്യുന്നു എന്നൊക്കെ കാണാൻ സാധിക്കുന്നു. ഫ്ലവേഴ്സ് ആർ ഓഫർ ടു ഡോർ സ്റ്റെപ്പ്, അവരുടെ വീട്ടുപടിക്കലും വാതിൽ പടിക്കലും ഒക്കെ അവർ ഐശ്വര്യത്തിന് വേണ്ടി ഫ്ലവേഴ്സ് ഓഫർ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പോയിന്റ്സ് ആണ് ആദ്യത്തെ കുറച്ച് ലൈൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ബ്ലെസ്സിങ്സ് ആണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. They are given many blessings in return. Those blessings include an auspicious new year, a full granary, thriving crops, growing wealth. They also wish that the season and month continue to return so that the flowers bloom. So we could understand that song is a celebration of season. This can be seen as a way to balance their life, which being lived attuned to nature. ഈ സീസണും ഹാർവെസ്റ്റും ഫ്ലവേഴ്സും ഇതെല്ലാം എന്നും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നിൽക്കണമെന്നൊരു പ്രാർത്ഥനയാണ് അവർക്ക് ഈ ഒരു ഫസ്റ്റ് സോങ്ങിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇണങ്ങിച്ചേർന്നാണ് അവർ പ്രകൃതിയോടുകൂടി ജീവിക്കുന്നതെന്ന്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഫൂൾ സംക്രാന്തി, എ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ഓൾസോ നോൺ ആസ് ഫുൾ ഡേ, begins on first day of Chaitur Maghi. It's a festival day in Hindu calendar. Fool Sankranti is observed on 14th of January. It's also celebration which marks the end of winter. This day, when village girls pray, sing and offer flowers on the neighbor's doorstep. സെലിബ്രേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആണ് ഫുൾ സംക്രാന്തി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് അവരുടെ ചൈത് മാഘി എന്ന മാസങ്ങളിലെ ആദ്യത്തെ ദിവസമായിട്ടാണ് ഫുൾ സംക്രാന്തി ഗർവാലീസ് ആഘോഷിക്കുന്നത്. അത് ഹിന്ദു കലണ്ടറിലും ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെ ആഘോഷിക്കുന്നു. 14th ജാനുവരിയാണ് ഫുൾ സംക്രാന്തിയായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിൻ്റെ അവസാനം കുറിക്കുന്ന ഒരു ആഘോഷം എന്നുള്ള രീതിയിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. ഒരു ദിവസം വില്ലേജിലെ പെൺകുട്ടികളൊക്കെ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ ഡോർ സ്റ്റെപ്പിലൊക്കെ ഫ്ലവേഴ്സ് ഓഫർ ചെയ്യുക ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഓണമൊക്കെ ആയിട്ട് ഏതാണ്ട് സിമിലാരിറ്റി ഉള്ള ഒരു ആഘോഷമാണ് ഗർവാലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സോങ് ഇൻ ദ പോയം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് പാണ്ഡവ അർജുനും ദ്രൗപദിയും തമ്മിലൊരു കോൺവെർസേഷൻ ആണെന്ന്. ലെറ്റ്സ് സീ. I tell you, Pandav Arjun, I will not utter even your name. I will become dupe of meadows and graze the high hills. I tell you, Draupadi, I will also not utter your name. I will be the bull of the cowshed and will chew you with my teeth. ഇവിടെ ദ്രൗപദി അർജുനോട് പറയാണ്, പാണ്ഡവ അർജുൻ, ഇനി മുതൽ ഞാൻ നിന്റെ പേര് പോലും ഉച്ചരിക്കില്ല. ഞാൻ നമ്മുടെ മെഡോസിൽ ഏറ്റവും മികച്ച പുല്ലായി മാറാൻ പോവാണ്. എന്നിട്ട് മലമുകളിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പോവാണ്. ഇത് കേട്ട ഉടനെ അർജുൻ ദ്രൗപദിക്ക് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ്രൗപദി, ഇന്നു മുതൽ ഞാനും നിന്റെ പേര് ഉച്ചരിക്കില്ല. ഞാൻ നമ്മുടെ തൊഴുത്തിലെ ഒരു കാളയായി മാറി നീ മെഡോസിൽ പുല്ലായിട്ടിരിക്കുകയല്ലേ, ഞാൻ നിന്നെ എൻ്റെ പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച് കഴിക്കാൻ പോവാണ്. ഇത് കേട്ട് വീണ്ടും ദ്രൗപദി അർജുനന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പാണ്ഡവ അർജുൻ, നിന്റെ പേര് ഇനി മുതൽ ഞാനും ഉച്ചരിക്കില്ല. ഞാൻ ഒരു സിംഹമായി മാറാൻ പോവുകയാണ്. എന്നിട്ട് നിന്റെ കൗഷെഡിൽ വന്ന് തൊഴുത്തിൽ വന്ന് കാളയായി മാറി നിന്നെ കടിച്ചു കയറി തിന്നാൻ പോവുകയാണ്. അപ്പോൾ അർജുൻ വീണ്ടും റിപ്ലൈ ചെയ്യാണ്, ഐ ടെൽ യു ദ്രൗപദി, ഐ വിൽ നോട്ട് അട്ടർ യുവർ നെയിം. ഐ വിൽ ബി എ ഹണ്ടർ ആൻഡ് കിൽ യു ഇൻ ദ ജംഗിൾ. അപ്പോൾ ദ്രൗപദി, ഞാനും നിൻ്റെ പേര് ഇനി മുതൽ ഉച്ചരിക്കുകയില്ല. ഞാനൊരു വേട്ടക്കാരനാവാൻ പോവാണ്. എന്നിട്ട് സിംഹമായി മാറി നിന്നെ കാട്ടിൽ വെച്ച് തന്നെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ട് ദ്രൗപദി റിപ്ലൈ ആണ്, ഐ ടെൽ യു പാണ്ഡവ അർജുൻ, ഐ വിൽ നോട്ട് അട്ടർ ഇവൻ യുവർ നെയിം. ഐ വിൽ ബി ദ ബ്ലാക്ക് ബീ ആൻഡ് സിറ്റ് ഹാപ്പിലി ഓൺ ഫ്ലവേഴ്സ്. അപ്പോൾ ഹണ്ടറായി മാറി തന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു അർജുൻ. അതിന് മുകളിൽ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഏറ്റവും ചെറിയ ഒരു ഇതിൽ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ദ്രൗപദി. അത് ഞാനൊരു കറുത്ത വണ്ടായി മാറും, എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവിൽ സന്തോഷത്തോടെ കൂടി ഇരിക്കും. അപ്പോൾ ഈ ഗെയിം വീണ്ടും അർജുൻ കണ്ടിന്യൂ ചെയ്യാണ്. ഐ ടെൽ യു ദ്രൗപദി, ഐ വിൽ നോട്ട് അട്ടർ ഇവൻ യുവർ നെയിം. ഐ വിൽ ബിക്കം ദ കോൾഡ് ഡീമൺ ആൻഡ് കിൽ യു വിത്ത് മൈ തണ്ടർ ബോൾട്ട്. അപ്പോൾ അർജുൻ റിപ്ലൈ ആണ്, ദ്രൗപദി, ഇനിമേലിൽ നിൻ്റെ പേര് പോലും ഞാൻ ഉച്ചരിക്കില്ല. നീ ഒരു കരിവണ്ടായി മാറുമെങ്കിൽ ഞാനൊരു മേഘരാക്ഷസനായി മാറും. എന്നിട്ട് എൻ്റെ ഇടിമിന്നൽ കൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയും. വീണ്ടും ഈ ഗെയിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പോയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് പോയം. അപ്പോൾ ഇതിൽ പറഞ്ഞ മെയിൻ പോയിന്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ രാജകുമാരനായ പാണ്ഡവ അർജുനും അതുപോലെ പാണ്ഡവരുടെ പത്നിയായ ദ്രൗപദിയും തമ്മിലൊരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടത്. ദ പോയം ഡെപിക്ട്സ് ദ പ്ലേഫുൾ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പാണ്ഡവാർജുൻ ആൻഡ് ദ്രൗപദി. ദേ ആർഗ്യൂ സെയിങ് ദാറ്റ് ദേ വിൽ നോട്ട് സ്പീക്ക് ടു ഈച്ച് അതർ. They also talk about how they will do each other besides not talking. This is a playful conversation and not meant to be serious. പോയം ഒരു ഗെയിം പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് തമ്മിൽ ഇനി മിണ്ടില്ല, പക്ഷേ ഇതിനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോകുന്നു. അവസാനം മനുഷ്യൻ വരെ എത്തുമ്പോഴത്തേക്ക് ഇനി അതിനേക്കാളും ഹയറായിട്ടൊന്നുമില്ല. പിന്നെയും തിരിച്ച് ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് വരുന്നു. ആദ്യം ദ്രൗപദി ഗ്രാസിൽ തുടങ്ങി മനുഷ്യനിലേക്ക് അർജുനൻ എത്തി, വീണ്ടും ദ്രൗപദി എന്തായി മാറുന്നു, ബി ആയി മാറുന്നു. അങ്ങനെ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒരു പ്ലേഫുൾ കോൺവെർസേഷൻ ആണ് ഇത്. സീരിയസ് ആയിട്ട് ഇതിൽ ഒന്നുമില്ല.
ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയത്തിൽ യൂസ് ചെയ്യുന്ന മെറ്റഫേഴ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് പോയത്തിൽ ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, അതായത് ഏതെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ കാണിച്ചിട്ട് അത് ഇത് തന്നെയാണ് എന്ന് പറയുന്നതിനാണ് മെറ്റഫേഴ്സ്. ഇതിൽ ദ്രൗപദിയും അർജുനും ഞാൻ അങ്ങനെയായി മാറും ഇങ്ങനെയായി മാറും, അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ധൂപ് ഓഫ് മെഡോസ് ആയി മാറും, അത് തുടങ്ങി മുഴുവനും മെറ്റഫേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റ് പറയുന്ന തണ്ടർബോൾട്ട് വരെയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെറ്റഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ മെറ്റഫേഴ്സ് ഇൻ ദ സെക്കൻഡ് സോങ് എന്നൊരു ക്വസ്റ്റ്യൻ. Okay. And here Draupadi implies that there is nothing stronger than human form. She will return to the simpler means of life. അപ്പോൾ മനുഷ്യനെക്കാളിലും വലുത് മറ്റൊന്നുമില്ല എന്ന് കണ്ട് വീണ്ടും ദ്രൗപദി ഏറ്റവും ചെറിയ ഫോമായ ഒരു കരിവണ്ടിൻ്റെ രൂപത്തിൽ ബീയുടെ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ 6th സ്റ്റാൻസ വരുമ്പോൾ അർജുൻ വീണ്ടും ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോക്കായിട്ട് പറയുകയാണ്, എന്നാലും സ്റ്റിൽ ഞാൻ നിന്നെ ലൈറ്റനിങ് വഴി കൊന്നുകളയുമെന്ന്. Okay, അപ്പോൾ through the use of metaphors, the poet conveys the light-hearted manner of playful banter between Draupadi and Arjun. ഇവിടെ അർജുനും ദ്രൗപദിയും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദ മെറ്റഫർ ദസ് അറ്റംപ്റ്റ് ടു ബ്രിങ് ഔട്ട് ലൈറ്റ് ഹാർട്ട്നെസ് ഓഫ് എ കോൺവെർസേഷൻ ത്രൂ ദ ജോവിയൽ ടോക്ക്. ഇപ്പോൾ ഒരു ജോവിയൽ ടോക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു സിമ്പിൾ സംഭാഷണം എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കുറേയേറെ മെറ്റഫേഴ്സും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് സോങ് ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ തേർഡ് സോങ്. വെർ ഇസ് മൈ ചന്ദ്ര? ടെൽ മീ സംതിങ്. വെർ ഇസ് മൈ ഡോട്ടർ ചന്ദ്ര? Your Chandra went to fetch water. She returned after cracking the brass pitcher. I shall replace it with another one. Tell me, son-in-law, where is my Chandra? Your Chandra went to gather grass. She broke the sickle, threw it somewhere, and returned home. I shall give you a bigger sickle than that. Tell me something, where's my Chandra gone? Your Chandra went to graze the cows. She drove the cows into the gorge and came back. I will give you a buffalo in lieu of cows. Tell me, son-in-law, where's my Chandra? അപ്പോൾ ഇങ്ങനെ പോയം പോവുകയാണ്. അപ്പോൾ ഇതൊരു അമ്മയുടെ ആങ്സൈറ്റിയാണ്, ന്യൂലി മാരീഡ് ഡോട്ടറിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റിയാണ്. അപ്പോൾ ന്യൂലി മാരീഡ് ഡോട്ടറെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തിയ അമ്മ അവളുടെ മകളെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചന്ദ്ര എവിടെ? അപ്പോൾ സംതിങ് ഇൻലോവിനെയാണ് സംതിങ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മായിയമ്മയോടോ അമ്മായിയപ്പനോടോ ഒക്കെ ആവാം. എൻ്റെ മകൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മകൾ അവിടെ എന്ന് പറയുന്നതിന് പകരം അവർ മകൾ ചെയ്ത ഓരോ കുറ്റവും കുറവുകളും അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ചോദിച്ചു ചന്ദ്ര എവിടെയെന്ന്. അപ്പോൾ പറയാണ് ചന്ദ്ര വെള്ളം കോരാൻ വേണ്ടിയിട്ട് അതിനെ പറഞ്ഞു വിട്ടു. അവൾ തിരിച്ചു വന്നത് ഉണ്ടായിരുന്ന ചെമ്പ് കലമെല്ലാം ഉടച്ചു കളഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അമ്മ ഉടനെ അതിൻ്റെ റെമഡി ആയിട്ട് പറയുകയാണ്, ഞാൻ വേറൊരു ചെമ്പ് കുട നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നേക്കാം, എന്നിട്ട് മരുമോനെ എൻ്റെ ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും മരുമോൻ പറയുകയാണ് ചന്ദ്രയെ പുല്ല് ചെത്താൻ വേണ്ടിയിട്ട് വിട്ടു. അവൾ പുല്ല് ചെത്താൻ ഉപയോഗിക്കുന്ന സിക്കിൾ അല്ലെങ്കിൽ അരിവാൾ നശിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് അത് എവിടെയോ വലിച്ചെറിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ അതിനേക്കാളും നല്ലൊരു സിക്കിൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, എൻ്റെ മകൾ എവിടെയെന്ന് വീണ്ടും ഇൻലോയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത കുറ്റമായിട്ട് പറയുകയാണ്, അവളെ പശുവിനെ മേയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു, പശുവിനൊക്കെ എങ്ങോട്ടോ ഓടിച്ച് കയറ്റിയിട്ട് അവൾ തിരിച്ച് വെറുതെ കയറി വന്നിരിക്കുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, പശുവിന് പകരം ഞാൻ ബഫലോസിനെ വാങ്ങിച്ചു തരാം, മരുമോനെ പറയൂ എൻ്റെ ചന്ദ്ര എവിടെയെന്ന് പറഞ്ഞ് വീണ്ടും അമ്മ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത കുറ്റമെത്തി. Your Chandra went to fair and she sold her bracelets and squandered the money. I will give you Hansali in lieu of bracelets. Tell me something, where is my Chandra? അപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ചന്ദ്ര ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയി കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ്സ് എല്ലാം വിറ്റ് കാശെല്ലാം ദൂർത്തടിച്ചു. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ അതിന് പകരം എന്താണെന്ന് വെച്ചാൽ നിനക്ക് തരാം, പ്ലീസ് സംതിങ്, എൻ്റെ ചന്ദ്ര എവിടെ? അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ അർജുൻ്റെ ഒക്കെ സോങ് പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും. ഈ ഒരു മോഡൽ ചന്ദ്ര എവിടെയെന്ന് പറയില്ല, പക്ഷേ അവളുടെ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലെ മേജർ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ നോക്കാം. The daughter-in-law of the new family is being discussed in the third song. The song portrays a mother's anxiety and worry for her daughter. അപ്പോൾ ഒരു പുതിയതായിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ട മകളെ ഓർത്തുള്ള അമ്മയുടെ വിഷമമൊക്കെയാണ് ഈ ഒരു സോങ്ങിൽ പറഞ്ഞു വെക്കുന്നത്. The mother wants to know where the daughter is, but the husband and mother-in-law gives accusatory replies showing her the inefficiency of the daughter-in-law. അപ്പോൾ അമ്മ എൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള മറുപടിയും അവളുടെ കുറ്റവും കുറവുമാണ് തിരിച്ച് മറുപടിയായിട്ട് അവർ പറയുന്നത്. Each time the mother asks for the daughter and each time they gives the complaints about the things she has done. അപ്പോൾ ഓരോ തവണ ചോദിക്കുമ്പോൾ ഓരോ കുറ്റങ്ങൾ മാത്രം പറഞ്ഞിരുന്നു. No answer is given on where the daughter-in-law actually is, but only complaints about her come up. The mother tries to provide alternative for all the complaints, yet she gets no proper reply from them, and they are concerned only with her faults. അപ്പോൾ അമ്മ ഓരോ തെറ്റുകൾ അവൾ ചെയ്തെന്ന് പറയുമ്പോഴും അതിനൊക്കെ റെമഡി ആയിട്ട് തിരിച്ച് ഞാൻ മറ്റത് ചെയ്യാം മറിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പ്രോപ്പറായിട്ടൊരു മറുപടി എൻ്റെ മകൾ എവിടെയെന്നുള്ളത് പറയുന്നില്ല. ഒൺലി കംപ്ലയിൻസ് മാത്രമേ ഉള്ളൂ. ഈ പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലെ പെൺകുട്ടികൾ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം.
അപ്പോൾ ഈ 3 സോങ്സും ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. ഫസ്റ്റ് സോങ് അവരുടെ ലൈഫിൽ ഹാർവസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു. ആൻഡ് ദ റിലയൻസ് ഓൺ എവറി ഡേ ഒബ്ജക്ട് ഷൂസ് ദി ഇമ്പോർട്ടൻസ് ദേ ഗിവ് ടു ഹംബിൾ തിങ്സ്. അപ്പോൾ ഓരോ ചെറിയ വസ്തുക്കൾക്കും അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് നമുക്കതിൽ കാണാൻ സാധിക്കും. അതായത് നേച്ചർ ഇഷ്ടം പോലെ തരുന്നതിനൊപ്പം തന്നെ നേച്ചറിനെല്ലാം നശിപ്പിക്കാനും സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കിടയിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സെക്കൻഡ് സോങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലേഫുൾ കോൺവെർസേഷനാണ്. ജസ്റ്റ് ആ സോങ് ഒരു പ്ലേഫുൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ മോഡലിൽ പോകുന്ന ഒരു സോങ് അത്രയേ ഉള്ളൂ. അപ്പം തേർഡ് സോങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺവെർസേഷനാണ്. അത് ശരിക്കും ഒരു അമ്മയുടെ ആങ്സൈറ്റി തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ട ഒരു മോൾ അവിടെ ചെന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമാവും, ഇല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയായിരിക്കും അവിടെ നേരിടേണ്ടി വരിക എന്നൊക്കെ ഉള്ള ഒരു അമ്മയുടെ ആങ്സൈറ്റിയാണ് അതിൽ കാണിക്കുന്നത്. ഓൾ 3 സോങ്സ് ഡെപിക്ട്സ് ദ പിക്ചർ ഓഫ് സോഷ്യൽ ലൈഫ്. അവരുടെ ഒരു സോഷ്യൽ ലൈഫാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ. ആക്ച്വലി ആ ലാസ്റ്റ് സോങ്ങിൽ മറ്റൊരു വീട്ടിൽ ചെന്ന പെൺകുട്ടികൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു സോഷ്യൽ റിഫ്ലക്ഷനും കൂടെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 സോങ്സും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.